Dear students, welcome to DBDO Volume 15 Face Recognition. Introduction. Technology used for identifying or verifying a person using an image or a video frame. ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം ഉപയോഗിച്ചോ അതല്ലെങ്കിൽ വീഡിയോയുടെ ഒരു പാർട്ട് ഉപയോഗിച്ചോ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെക്നോളജിയാണ്. വർക്ക്സ് ബൈ comparing selected facial features of an individual with the faces stored within the database. ഒരു വ്യക്തിയുടെ കുറച്ച് ഫേഷ്യൽ ഫീച്ചേഴ്സിനെ, മുഖത്തിൻ്റെ പ്രത്യേകതകളെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫേസസുമായി കമ്പയർ ചെയ്താണ് ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. യൂസ്ഡ് ആസ് എ മെത്തേഡ് ഫോർ ആക്സസ് കൺട്രോൾ ആൻഡ് അറ്റൻഡൻസ് മാർക്കിംഗ്. നമുക്കറിയാം, ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ കഴിഞ്ഞ വോളിയത്തിൽ കണ്ടതാണ്. അതുപോലെ ഒരു ബയോമെട്രിക് ടെക്നോളജിയാണ് ഫേസ് റെക്കഗ്നിഷൻ. ഒരു സിസ്റ്റം അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യാനും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് ഫേസ് റെക്കഗ്നിഷൻ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ എന്തെങ്കിലും ഒരു ക്രൈം സീനിലെ CCTV ഇമേജസ് യൂസ് ചെയ്ത് ആളെ തിരിച്ചറിയാൻ വേണ്ടിയും ഈ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. പ്രൊസീജിയർ ഫോർ ഫേസ് റെക്കഗ്നിഷൻ. 4 സ്റ്റെപ്സായിട്ടാണ് ഫേസ് റെക്കഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1. സ്റ്റോർസ് ദി ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി പീപ്പിൾ ടു ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദി സിസ്റ്റം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വ്യക്തികളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. Whenever a person tries to access the system, a photograph is taken. ആ വ്യക്തി സിസ്റ്റം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. കമ്പയേഴ്സ് ദി ഫോട്ടോഗ്രാഫ് വിത്ത് ദി ടെംപ്ലേറ്റ് സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ്. ഈ ഫോട്ടോഗ്രാഫിനെ ഓൾറെഡി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫേസസുമായി കമ്പയർ ചെയ്യുന്നു. ഇഫ് എ മാച്ച് ഈസ് ഫൗണ്ട്, ആക്സസ് ഈസ് ഗ്രാൻറ്റഡ്, അതർവൈസ് ആക്സസ് ഡിനൈഡ്. ഒരു മാച്ച് കാണുകയാണെങ്കിൽ സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ആക്സസ് ഡിനൈ ചെയ്യുന്നു. ഒരു ബ്ലോക്ക് ഡയഗ്രമായിട്ട് നമുക്ക് കാണാം. 2 ഫേസസാണ് ഫേസ് റെക്കഗ്നിഷനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എൻറോൾമെൻറ്റ്. ഫോട്ടോ ഓഫ് നോൺ പേഴ്സൺ ഒബ്റ്റെയിൻഡ്. അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്നു. മാച്ചിങ്. ഒരാൾ ആ സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ഫോട്ടോ എടുത്ത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോട്ടോയായി കമ്പയർ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫേസായി മാച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ 2 സ്റ്റെപ്സായിട്ടാണ് ഫേസ് റെക്കഗ്നിഷൻ നടത്തുന്നത്. ഫേഷ്യൽ ഫീച്ചേഴ്സ്. വിഡ്ത്ത്, പൊസിഷൻ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഐസ്, നോസ്, ചീക്ക് ബോൺസ് ആൻഡ് ജോ. ഒരു വ്യക്തിയുടെ മുഖത്തിനെ മറ്റൊരു വ്യക്തിയുടെ മുഖത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മുഖത്തിൻ്റെ വീതി, കണ്ണുകളുടെ ആകൃതി, മൂക്കിൻ്റെയും ചീക്ക് ബോൺസിൻ്റെയും എല്ലാം ആകൃതി, ഇതെല്ലാമാണ്. അതുപോലെ ഒരാളുടെ സ്കിന്നിലുള്ള ലൈൻസ്, പാറ്റേൺസ്, അടയാളങ്ങൾ, ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ മുഖത്തിനെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം വിൽ ക്യാപ്ചർ ദീസ് ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റോർസ് ഇൻ എ ഡാറ്റാബേസ് എലോങ് വിത്ത് പേഴ്സൺ നെയിം ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇത്തരം പ്രത്യേകതകളെയാണ് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം ക്യാപ്ചർ ചെയ്ത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ വ്യക്തിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യക്തിയുടെ പേരും ഒരു ID നമ്പറും കൂടി സ്റ്റോർ ചെയ്യുന്നു. ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ID കൊടുത്ത് ഒരാളുടെ ബയോമെട്രിക് ഡാറ്റ, ഫിംഗർ പ്രിൻറ്റും ഫേസ് ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നു. എനി ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം വിൽ കണ്ടെയ്ൻ എ ഡാറ്റാബേസ് ഓഫ് നോൺ ഫേസസ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിലും നമുക്കറിയാവുന്ന വ്യക്തികളുടെ ഡാറ്റാബേസ് നമ്മൾ സൂക്ഷിക്കുന്നു. അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വ്യക്തികളുടെ ഡാറ്റാബേസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാപ്ചറിങ്. ക്യാപ്ചർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ ക്യാമറയോ അതുപോലെയുള്ള ഉപകരണമോ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. എക്സ്ട്രാക്റ്റിംഗ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫേഷ്യൽ ഫീച്ചേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്ത്
ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. കമ്പയറിംഗ്, ഓൾറെഡി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജസുമായി, ഫേഷ്യൽ ഇമേജസുമായി ഈ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ കമ്പയർ ചെയ്യുന്നു. മാച്ചിങ്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഫേസ് റെക്കഗ്നിഷൻ നമ്മൾ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബാങ്ക് പോലെയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഓഫീസസ് എന്നിങ്ങനെ പല സ്ഥലത്തും ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്യാനും ആ വ്യക്തിക്ക് അതിലേക്ക് പ്രവേശനം അനുവദിക്കാനും ഫേസ് റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നു. മെത്തേഡ്സ് ഫോർ ഫേസ് റെക്കഗ്നിഷൻ. There are different methods for face recognition. Traditional approaches works by comparing the extracted facial features with the images stored in the database. നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഫേഷ്യൽ ഫീച്ചേഴ്സിനെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജുമായി കമ്പയർ ചെയ്താണ് ട്രഡീഷണൽ അപ്രോച്ചസ് ഫേസ് റെക്കഗ്നിഷൻ ചെയ്യുന്നത്. അതർ അൽഗോരിതംസ് നോർമലൈസ് ദി ഫേസ് ഇമേജസ് ആൻഡ് ദെൻ കംപ്രസ് ദി ഫേസ് ഡാറ്റ, which only saves the data in the image that is useful for face recognition. വേറെ അൽഗോരിതംസ് ഫേസ് ഇമേജസിനെ നോർമലൈസ് ചെയ്ത് ഡാറ്റ കംപ്രസ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം സേവ് ചെയ്യുന്നു. ഇതാണ് ഫേസ് റെക്കഗ്നിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫേസ് റെക്കഗ്നിഷൻ മെത്തേഡ്സ്. ഫേസ് റെക്കഗ്നിഷൻ്റെ മെത്തേഡ്സ് അനുസരിച്ച് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ജോമെട്രിക് അപ്രോച്ച് ലുക്സ് അറ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്. ജോമെട്രിക് അപ്രോച്ചിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സാണ് കമ്പയർ ചെയ്യുന്നത്. ഫോട്ടോമെട്രിക് അപ്രോച്ച് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് വിച്ച് കൺവേർട്സ് ഇമേജസ് ഇൻ ടു വാല്യൂസ് ആൻഡ് കമ്പയേഴ്സ് വിത്ത് ടെംപ്ലേറ്റ്സ് ടു എലിമിനേറ്റ് ഡിഫറൻസസ്. ഫോട്ടോമെട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചസ് ആണ്. ഇത് ഇമേജിനെ വാല്യൂസായി കൺവേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സുമായി ഇമേജിൻ്റെ വാല്യൂസിനെ കമ്പയർ ചെയ്ത് മാച്ചിങ് ആണോ മിസ്മാച്ച് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. ഹോളിസ്റ്റിക് വേഴ്സസ് ഫീച്ചർ ബേസ്ഡ് മോഡൽസ്. ഹോളിസ്റ്റിക് മോഡൽ attempts to recognize the face in its entirety. ഒരാളുടെ മുഖത്തിനെ മുഴുവനായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫീച്ചർ ബേസ്ഡ് മോഡൽ subdivide the face into components based on selected features and analyze each as well as its spatial location with respect to other features. ഒരു മുഖത്തിൻ്റെ ഇമേജിനെ കമ്പോണൻസ് ആയി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവയുടെ സ്പേഷ്യൽ ലൊക്കേഷനെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജസുമായി കമ്പയർ ചെയ്യുന്നു. ഇതാണ് ഫീച്ചർ ബേസ്ഡ് മോഡൽ. അതർ മോഡൽസ് ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് ഡീപ്പ് ലേണിംഗ് മെത്തേഡ്സ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തും ഡീപ്പ് ലേണിംഗ് മെത്തേഡ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തും നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ നടത്താം. 3-dimensional recognition uses 3D sensors to capture information about the shape of a face. സാധാരണ 2D ക്യാമറയ്ക്ക് പകരം 3D സെൻസേഴ്സ് യൂസ് ചെയ്ത് ഫേസിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യുന്നു. ദിസ് ഇൻഫർമേഷൻ ഈസ് ദെൻ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓൺ ദി സർഫസ് ഓഫ് എ ഫേസ് സച്ച് ആസ് ദി കോണ്ടൂർ ഓഫ് ദി ഐ സോക്കറ്റ്സ്, നോസ് ആൻഡ് ചിൻ. ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് ഫേസിലെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് തിരിച്ചറിയുന്നത്. ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫേസിനെ മറ്റൊരു ഫേസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേകതകൾ, അതായത് ഐ സോക്കറ്റ്സിൻ്റെ ഷേപ്പ്, മൂക്കിൻ്റെ ഷേപ്പ്, താടിയുടെ ആകൃതി, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഇൻഫർമേഷൻ വെച്ച്, അതായത് 3D സെൻസേഴ്സ് വെച്ച് ക്യാപ്ചർ ചെയ്ത് ഇൻഫർമേഷൻ വെച്ച് തിരിച്ചറിയുന്നു. അഡ്വാൻറ്റേജ് ഓഫ് 3D ഫേസ് റെക്കഗ്നിഷൻ നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ലൈറ്റിംഗ് and it can also identify a face from different viewing angles. 3D ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ട് ലൈറ്റിൻ്റെ ചേഞ്ചസ്, നിഴലോ അതുപോലെ വെളിച്ചം കുറവോ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. പല ആംഗിളിൽ നിന്നും ഒരാളുടെ ഫേസിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഡിസഡ്വാൻറ്റേജ് സെൻസിറ്റീവ് ടു എക്സ്പ്രഷൻ. ഒരാളുടെ മുഖഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഫേസ് റെക്കഗ്നിഷനെ അഫക്റ്റ് ചെയ്യാം. സ്കിൻ ടെക്സ്ചർ അനാലിസിസ്.
Skin texture is the surface texture pattern of any part of human body with bare skin. ഒരാളുടെ തൊലിയുടെ ടെക്സ്ചറിനെയാണ് സ്കിൻ ടെക്സ്ചർ എന്ന് പറയുന്നത്. ടെക്സ്ചർ അനാലിസിസ് ടേൺസ് ദി യുണീക്ക് ലൈൻസ്, പാറ്റേൺസ് ആൻഡ് സ്പോട്ട്സ് അപ്പാരൻറ്റ് ഇൻ എ പേഴ്സൺസ് സ്കിൻ ഇൻറ്റു മാത്തമാറ്റിക്കൽ ഫോർമുല. ഒരാളുടെ ത്വക്കിലുള്ള വരകളെയും അടയാളങ്ങളെയും എല്ലാം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയായി കൺവേർട്ട് ചെയ്യുന്നു. A picture of a patch of skin called a skin print is taken. That patch is then broken up into smaller blocks. The system will then distinguish any lines, pores and the actual skin texture. ഒരാളുടെ സ്കിന്നിൻ്റെ ഒരു ഇമേജ് എടുക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോയെ പല ബ്ലോക്സായി ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ ബ്ലോക്കിലെയും വരകളെയും സുഷിരങ്ങളെയും എല്ലാം നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആക്ച്വൽ സ്കിൻ ടെക്സ്ചറുമായി കമ്പയർ ചെയ്യുന്നു. കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. എ കമ്പൈൻഡ് ഫോം ഓഫ് ട്രഡീഷണൽ 3D recognition and skin texture analysis is used to create recognition systems that have higher rates of success. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ അപ്രോച്ചസിനും പല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് ഒരു കമ്പൈൻഡ് ആയ ടെക്നിക്കാണ് കൂടുതൽ സക്സസ് റേറ്റ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് സാധാരണയായിട്ട് ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഫേസ് റെക്കഗ്നീഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ 3D റെക്കഗ്നീഷൻ, സ്കിൻ ടെക്സ്ചർ അനാലിസിസ്, ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഫേസ് റെക്കഗ്നീഷൻ ചെയ്യുന്നത്. അൽഗോരിതംസ് ഫോർ ഫേസ് റെക്കഗ്നീഷൻ. ഫേസ് റെക്കഗ്നീഷൻ്റെ സോഫ്റ്റ്വെയർ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ഈഗൺ ഫേസ് അൽഗോരിതം, SIFT അൽഗോരിതം, സർഫ് അൽഗോരിതം, LBPH അൽഗോരിതം എന്നിവയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഫേസ് റെക്കഗ്നിഷൻ. ഡസ് നോട്ട് റിക്വയർ ദി കോപ്പറേഷൻ ഓഫ് ദി പേഴ്സൺ ബീയിങ് ഐഡൻറ്റിഫൈഡ് ടു വർക്ക്. നമുക്കറിയാം, ഒരു വ്യക്തി അറിയാതെ തന്നെ CCTV ക്യാമറ ഉപയോഗിച്ചും അതല്ലെങ്കിൽ ദൂരെ നിന്ന് ക്യാമറ ഉപയോഗിച്ചും അയാളുടെ പിക്ചർ ക്യാപ്ചർ ചെയ്യാം. അതുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ട ആളുടെ കോപ്പറേഷൻ ഇതിൽ ആവശ്യമില്ല. കൺവീനിയൻറ്റ് ആൻഡ് കംഫർട്ടബിൾ ഫോർ ദി യൂസേഴ്സ് ആസ് ദേ ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് ദി ക്യാമറ. അതായത് ഒരു ക്യാമറയിലേക്ക് ഒരാൾ നോക്കിയാൽ മാത്രം മതി നമുക്ക് അയാളുടെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് യൂസേഴ്സിന് ഏറ്റവും സൗകര്യപ്രദമാണ്. ഹൈജീനിക് വേ ഓഫ് ബയോമെട്രിക് ഡാറ്റ പ്രോസസ്സിംഗ് ആസ് വി ആർ നോട്ട് ടച്ചിങ് ദി ഡിവൈസ്. ഫിംഗർ പ്രിൻ്റ് പോലെ ഇത് ഡിവൈസിനെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരോഗ്യപരമായി ഇത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു രീതിയാണ്. ചലഞ്ചസ് ഇൻ ഫേസ് റെക്കഗ്നിഷൻ. എ ഫോട്ടോ മേ കണ്ടെയ്ൻ ഡീറ്റെയിൽസ് അതർ ദാൻ ദി ഫേസ്. സോ ദി ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം മസ്റ്റ് ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ഫേസ് ഇൻ ദി ഫോട്ടോ ബിഫോർ ദി ഫീച്ചേഴ്സ് ക്യാൻ ബി ടേക്കൺ. നമ്മൾ ഒരാളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിൽ ഫേസ് മാത്രമല്ല ബാക്കി ബോഡി പാർട്സ് കൂടി ഉൾപ്പെടാം. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഫേസിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഫീച്ചേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ചലഞ്ചാണ്. ദി വേരിയേഷൻസ് ഇൻ ലൈറ്റിംഗ്, ഷാഡോസ് ആൻഡ് ആംഗിൾ മേ അഫക്റ്റ് ദി റെക്കഗ്നിഷൻ സിസ്റ്റം. അതുകൊണ്ട് വെളിച്ചം കുറഞ്ഞ സ്ഥലത്തുനിന്ന് അതല്ലെങ്കിൽ നിഴൽ വരാൻ സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് ഒക്കെ എടുത്ത ഫോട്ടോ ഫേസ് റെക്കഗ്നിഷനെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ ഒരു വ്യക്തി ക്യാമറയ്ക്ക് നേരെയല്ല ഫേസ് ചെയ്യുന്നതെങ്കിൽ അതും ഫേസ് റെക്കഗ്നിഷൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കാം. സംടൈംസ് ദി പേഴ്സൺ മേ നോട്ട് ബി ഫേസിങ് ദി ക്യാമറ പ്രോപ്പർലി. അതായത് പ്രത്യേകിച്ചും ഒരു വ്യക്തി അറിയാതെ അയാളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന അവസരത്തിൽ ആ ക്യാമറയെ ശരിക്കും ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ടീസ് വിത്ത് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറിംഗ്. അതായത് ഫേസിൻ്റെ ഇമേജ് എടുത്തിട്ട് ഒരുപാട് പ്രീ പ്രോസസ്സിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെല്ലാം കുറേ സമയവും സ്റ്റോറേജ് സ്പേസും ആവശ്യമുണ്ട്. അങ്ങനെ ഇതുപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഫേസ് റെക്കഗ്നിഷനുണ്ട്. സോഫ്റ്റ്വെയർസ് ഫോർ ഫേസ് റെക്കഗ്നിഷൻ. നമുക്കറിയാം, ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷനും ഫേസ് റെക്കഗ്നിഷനും വേണ്ടി ഒരുപാട് സിസ്റ്റംസ് കമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡീപ് ഫേസ്, ഫേസ്നെറ്റ് ഫ്രം ഗൂഗിൾ, റെക്കഗ്നിഷൻ ഫ്രം ആമസോൺ, ഇതെല്ലാം കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പല അപ്ലിക്കേഷൻസിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്.